ഇതാണ് പറ്റിയ സമയം. ഈ സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വീഴും. കൃത്യമായി ഇത് അറിയാവുന്ന ഒരു രാജ്യമാണ് ചൈന. അമേരിക്കയും ചൈനയും തമ്മിൽ രണ്ട് വൻ ശക്തികളായി ഉയർന്നു വന്ന് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ എല്ലാ മേഖലയിലും നടത്തുമ്പോൾ, അതിപ്പോൾ ഡിഫൻസിലായിരുന്നാലും ശരി തന്നെയാണ്, സാമ്പത്തിക രംഗത്തായിരുന്നാലും ശരി തന്നെയാണ്, ടെക് മേഖലയിലായിരുന്നാലും ശരി തന്നെയാണ്. ഈ എല്ലാ മേഖലയിലും നടത്തുമ്പോഴാണ് അമേരിക്ക വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്. എന്താണ് ആ പ്രതിസന്ധി? അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വരുന്നു. ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം അമേരിക്കയുടെ കടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നു. അമേരിക്ക വലിയ പ്രതിസന്ധിയിലാകുന്നു. ഇന്ത്യയുമായി പോലും അമേരിക്ക വലിയ രീതിയിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, താരിഫുകൾ ഏർപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ ബ്രിക്സ് ഉയർന്നു വരുന്നു. അതിനെ ചുക്കാൻ പിടിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം ഒരുമിച്ചാണ്. ഇപ്പോഴത്തെ അമേരിക്കയുടെ ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് ഒരു സൂപ്പർ പവർ ആകാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ചൈന നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. നിലവിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വഴിത്തിരിവാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ആഗോള വേദികളിൽ നിന്നും ബഹുരാഷ്ട്ര സംഘടനകളിൽ നിന്നും അമേരിക്ക പിൻവാങ്ങുമ്പോൾ മറുവശത്തെ ശൂന്യത നികത്താനും ലോകത്തിലെ പുതിയ സൂപ്പർ പവർ ആകാനുമുള്ള മത്സരത്തിൽ ചൈന അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും ദശകങ്ങളിൽ ചൈനയുടെ ആഗോള സ്വാധീനം അഭൂതപൂർവമായി വർദ്ധിക്കുമെന്ന് അടുത്തിടെ നടന്ന ഒരു അന്താരാഷ്ട്ര സർവേയാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2026 തുടക്കത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, തൊഴിൽ, കുടിയേറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട 66 ബഹുമുഖ സ്ഥാപനങ്ങളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതികളെ അശ്രദ്ധവും രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ US പിൻവാങ്ങലിൽ നിന്ന് ചൈനയ്ക്ക് നേരിട്ടാണ് നേട്ടമുണ്ടാകുന്നത്. ചൈന ഇപ്പോൾ കൂടുതൽ നയതന്ത്രപരമായി സജീവമാവുകയും പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ടുള്ള സംഭാഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാനഡ, ഫിൻലാൻഡ്, UK എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ബീജിംഗിൽ അടുത്തിടെ നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ നിലവിലെ അന്താരാഷ്ട്ര ക്രമം വലിയ സമ്മർദ്ദത്തിലാണെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. എല്ലാ രാജ്യങ്ങളെയും തുല്യമായും സന്തുലിതമായും പരിഗണിക്കുന്ന ഒരു ലോകക്രമമാണ് ചൈന ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. USഉം ചൈനയും തമ്മിലുള്ള ഒരു കാലത്ത് വലിയ അധികാര വിടവ് ഇപ്പോൾ ക്രമേണ കുറയുകയാണെന്ന് വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നു. പോരാത്തതിന് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വികസ്വര രാജ്യങ്ങൾ ചൈനയുടെ തന്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. 2013 ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ചൈന ഈ രാജ്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുകയും അതിന്റെ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനെതിരെ ചൈനയ്ക്ക് ഒരു സംരക്ഷണ കവചം പോലെയാണ് ഈ രാജ്യങ്ങളുടെ പിന്തുണ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഈ പാത ചൈനയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. പല രാജ്യങ്ങളും ചൈനീസ് കടബാധ്യതയിൽ അകപ്പെട്ടതോടെ ബീജിംഗ് ഇപ്പോൾ അതിന്റെ തന്ത്രം മാറ്റിയിരിക്കുകയാണ്. വലുതും ചെലവേറിയതുമായിട്ടുള്ള പദ്ധതികൾക്ക് പകരം ചെറുതും സുരക്ഷിതവുമായിട്ടുള്ള നിക്ഷേപങ്ങളാണ് ചൈന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചൈനയുടെ ശക്തി എത്രത്തോളം നിലനിൽക്കുമെന്നും അമേരിക്കയെക്കാൾ പങ്കാളി രാജ്യങ്ങൾക്ക് എന്ത് കൂടുതൽ വാഗ്ദാനം ചെയ്യാനാകുമെന്നും വിശകലന വിദഗ്ധർ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.